സുബ്ഹാനല്ലാഹ് മക്കയിന്റെ ചൊമ്മ ಬೆಳಕಾവൊരിക്കത്തൊരു കാലഘട്ടത്തല്ലേ ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളത്. എന്നെ പോയി നോക്കിണ്ടെങ്കിലും കാഞ്ചത്തിലും മക്ക പെട്ടുപോണ്ടിരിക്കത്തെ അവസ്ഥ. സുബ്ഹാനല്ലാഹ് ഇപ്പുറത്തെ സെൻസസ് ഓതി നോക്കുമ്പോഴത്തോ ഞങ്ങളെ മക്കളെ കോളേജ് കടത്തുക പേടിയാവൂടൂ, ക്യാമ്പസ് കടത്തുക പേടിയാവൂടൂ. എന്തേ ഉമ്മമാരെ, എന്തേ രക്ഷിതാക്കളെ, 12 വയസ്സത്തോളം ഞങ്ങളെ മക്ക ഞങ്ങൾ ചൊന്നത് കേൾക്കുവാറ്. 12 വയസ്സിൽ പിന്നെ 13ാമത്തെ വയസ്സ് ടീനേജ് അല്ലേ. ആ ടീനേജില് ഞങ്ങളെ മക്ക ഞങ്ങൾ ചെന്നത് കേൾക്കാത്തെനിക്കത്തൊരു കാലല്ലേ, അത് സമയല്ലേ അത്. ആ സമയത്ത് ഈ മക്കളെ ആരേറ്റെടുക്കണോ, ആ മക്കൾക്ക് സന്മാർഗം കാട്ടിക്കൊടുക്കണങ്ങാറ്. അതാണോടെ SSF ആക്കിടത്. 12 വയസ്സ് കഴിഞ്ഞെങ്കില് അഥവാ 12 വയസ്സായ പ്രതിയൊരു മക്കളെയും SSF ഏറ്റെടുക്കിട്. അങ്ങ് നേരായ തെറുകാട്ടി കൊടുക്കടോ. സുബ്ഹാനല്ലാഹ് ചൊന്നില്ലേ, ഇപ്പത്തെ സെൻസസ് പ്രകാരം ക്യാമ്പസ് പോണ്ട വിദ്യാർത്ഥികളായിട്ടിക്കട് 189% ആൾമാറും ഈ ലോകത്ത് അഥവാ ഇന്ത്യ രാജ്യത്ത് ഗാഞ്ചത്തിക്ക് ബലിയാവുള്ളത്. കോളേജും അതുപോലെ സ്കൂളും പോണ്ട മക്ക ഈ വാർത്ത കേൾക്കുമ്പോ ഞങ്ങളെ മക്കളെ ഞങ്ങൾ എങ്ങനെ സ്കൂളുകൾ കടത്തണോ, ആ മക്കളെ ചങ്ങായിപ്പാട് ആർക്കകൂ. രക്ഷിതാക്കളെ, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രജ്ഞ വേണ്ടി. ഞങ്ങൾ ഒരു ബാപ്പ ചൊന്നെങ്കിൽ ഒരു ഉമ്മ ചൊന്നെങ്കിൽ അതിലെ അർത്ഥ രക്ഷിതാവൂട്ടല്ലേ. രക്ഷിതാവൂ ചൊന്നെങ്കിൽ രക്ഷപ്പെടുത്തലവണൂട്ടല്ലേ. മക്ക കാഞ്ചത്തെ പർവ്വത്തിൽ പോയെങ്കിൽ രക്ഷപ്പെടുവാറാ, വ്യഭിചാരത്തെ പർവ്വത്തിൽ പോയെങ്കിൽ രക്ഷപ്പെടുവാറാ, പോലിമാരെ പർവ്വത്തിൽ പോയെങ്കിൽ മക്ക രക്ഷപ്പെടുവാറാ. മക്ക രക്ഷപ്പെടണ്ടേ. ആ മക്കളെ ഞങ്ങൾ ഏറ്റെടുക്കണത്, ഞങ്ങൾ കൊടുക്കണത് സംഘടനയുടെ കയ്യിലല്ലേ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാമ്പസിൽ പോണ്ട മക്കളെ സലാമത്താക്കോ. ക്യാമ്പസ് SSF ഇവിടെ പ്രവർത്തിക്കട്.